പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു തട്ടിക്കൂട്ട് ചെമ്മീൻ ഒഴിച്ച് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് അരമണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇതൊന്ന് അടച്ചു വെച്ച് മാറ്റി വെക്കാം. ഇനി അടുത്തതായി ഒരു മൺചട്ടി ചൂടായതിലോട്ട് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്തിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാള, 6 വെളുത്തുള്ളിയുടെ അല്ലി, 3 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് കൂടെ ചേർത്തിട്ട് എങ്ങനെയെങ്കിലും കൊത്തു നുറുക്കിയൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കുക. തട്ടിക്കൂട്ട് കറി ആയതുകൊണ്ട് തന്നെ അരിഞ്ഞെടുത്ത സ്റ്റൈലൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഒന്നായിട്ട് ഇട്ടങ്ങ് വഴറ്റിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് തീ ലോ ഫ്ലെയിം ആക്കി വെച്ച ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് റോസ്മെൽ മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പൊടികളൊക്കെ ഒന്ന് സെറ്റായ ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഫ്രീസറിൽ നിന്ന് എടുത്ത തേങ്ങ ആയതുകൊണ്ട് തന്നെ ഈ ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഡയറക്റ്റ് തേങ്ങ ചിരകിയത് ചേർക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. നമുക്ക് മിക്സിയിലിട്ട് അരക്കുന്ന സമയത്ത് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. ചൂടൊക്കെ ഒന്ന് പോയ ശേഷം 3/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതൊരു പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ചട്ടി ഞാനൊരു ടിഷ്യൂ ഉപയോഗിച്ചിട്ട് ആ ചട്ടി തന്നെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കിയ ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉലുവ ചേർത്തിട്ട് ഒന്ന് ഉലുവ കളർ മാറി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ശേഷം ഇതിലേക്ക് 1 പിടി കറിവേപ്പിലയും ഒരു വലിയ ടൊമാറ്റോ സ്ലൈസ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ ഒരു മീഡിയം സൈസുള്ള പീസാക്കി എടുക്കുക. ടൊമാറ്റോ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യുക. പിന്നെ ഇത് മാഷാക്കി എടുക്കേണ്ടതില്ല, ആ ഒരു പീസോടെ തന്നെ കിടക്കണം. പിന്നെ ഒരു പീസ് കൊടുമ്പുളി എടുത്തിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒരു വാം വാട്ടറിലിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ അത് വെള്ളത്തോട് കൂടെ അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് തന്നെ അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് നേരം ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിലായിരിക്കണം കുക്ക് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ 2 മിനിറ്റിന് ശേഷം തുറന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് നേരം കൂടെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴേക്ക് നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ചെമ്മീൻ നന്നായിട്ട് വെന്തെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ അടച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കറി നന്നായിട്ട് തിക്കായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ ആവശ്യാനുസരണമായിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് 1.5 കപ്പ് വെള്ളം എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ഇത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് തുറന്ന് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത്. അപ്പം ഇത് 2 മിനിറ്റിന് ശേഷം തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത ശേഷം നമുക്കിതിനെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ ഒന്ന് കുറച്ച് കോക്കനട്ട് ഓയിലൊന്ന് താളിച്ചതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. പുതിയ റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.